മൃഗസ്നേഹിയായിട്ടുള്ളവർ ഭൂരിഭാഗവും തിരഞ്ഞെടുക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് വെറ്റിനറി. അതിലൂടെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ജീവികളെല്ലാം അടുത്തു പരിപാലിക്കാനും അവരെക്കുറിച്ച് കൂടുതൽ അറിയാനും സാധിക്കും. അതേ വിശ്വാസത്തിൽ തന്നെ മൃഗങ്ങളോടുള്ള സ്നേഹം കൊണ്ടും മൃഗങ്ങളെ പരിപാലിക്കാനുള്ള ഇഷ്ടം കൊണ്ടും ആ കോഴ്സ് തിരഞ്ഞെടുത്ത് നല്ലൊരു വെറ്റിനറി ഡോക്ടറായി ജീവിക്കാൻ ആഗ്രഹിച്ചൊരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഇന്നലെ സംഭവിച്ച മരണം ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിക്കുന്നു. മനുഷ്യര് പോലും ബോധമില്ലാതെ മറ്റുള്ള മനുഷ്യരെ ഉപദ്രവിക്കുന്ന കാലമാണ്. അപ്പോൾ മൃഗങ്ങളുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? മൃഗങ്ങളുടെ അവസ്ഥയും അതിലും ദാരുണം തന്നെയായിരിക്കും. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഈ വാർത്ത അറിയുമ്പോൾ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. കർണാടകയിലെ ശിവമോഗയിൽ മൃഗശാല സന്ദർശനത്തിനിടയിൽ ഉണ്ടായ ഹിപ്പോപ്പൊട്ടാമസിന്റെ ആക്രമണത്തിൽ യുവ വെറ്റിനറി ഡോക്ടർ കൊല്ലപ്പെട്ട വാർത്ത ഏറെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നു. വേദനയോടെ തന്നെയാണ് ഇപ്പോൾ സിനിമ, പൊതുസമൂഹ, പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കേൾക്കുന്നത്. ബാംഗ്ലൂരു സ്വദേശിയായ 27 വയസ്സുകാരി ഡോക്ടർ സമീഷ റെഡ്ഡിക്കാണ് തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ദാരുണ അന്ത്യം സംഭവിച്ചത്. മൃഗങ്ങളെപ്പോലെ പെരുമാറുന്നുവെന്നും അല്ലെങ്കിൽ മനുഷ്യർ പോലും മൃഗങ്ങളാകുന്നൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഡോക്ടർ വന്ദന അടക്കം ഇന്ന് നമുക്ക് അത്തരത്തിലുള്ളൊരു വലിയ ഉദാഹരണമാണ് എന്ന് തന്നെ പറയാം. അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മൃഗങ്ങളോട് പരിപാലിക്കുന്നവരോടും ശ്രദ്ധ പുലർത്തണമെന്ന് പലരും പറയുന്നത്. മനുഷ്യരെ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ അവരുടെ പോലും സ്വഭാവം നമുക്ക് കൈകളിൽ ഒതുങ്ങാതിരിക്കുന്നൊരു സാഹചര്യമാണ്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നതും. കൃത്യമായി എല്ലാവരും അത് അന്വേഷിച്ചു തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. ശിവമോഗയിൽ പ്രശസ്തമായ തവരേക്കൊപ്പ ലയൺ ആൻഡ് സഫാരി പാർക്കിൽ കരാർ അടിസ്ഥാനത്തിൽ സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു ഇവർ. വന്യമൃഗങ്ങളെ പരിചരിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ആക്രമണം മൃഗശാല അധികൃതരെയും സമൂഹത്തിന്റെയും സഹപ്രവർത്തകരെയും വലിയ ഞെട്ടലിലാണ് ആഴ്ത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാത്രി വൈകിയാണ് അപകടം നടന്നത്. മൃഗശാലയിലെ അന്തേവാസികളായ പക്ഷികളെയും മൃഗങ്ങളെയും കൃത്യമായ ഇടവേളകളിൽ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഡോക്ടർ സമീക്ഷ റെഡ്ഡി പരിശോധനയ്ക്ക് ഇറങ്ങിയത്. രാത്രി 10:30 ഒരു സൺകൊനൂർ പക്ഷിയെ പരിശോധിച്ച ശേഷം രാത്രി 11:45 ഗർഭിണിയായ ഹിപ്പോപ്പൊട്ടാമസിനെ നിരീക്ഷിക്കാൻ എത്തിയത്. രാത്രികാലങ്ങളിൽ മൃഗങ്ങളുടെ ആരോഗ്യം വിലയിരുത്തുന്നതിനായി ഉപയോഗിക്കുന്ന തെർമൽ ക്യാമറ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഹിപ്പോപ്പൊട്ടാമസ് ആക്രമിച്ചത്. ഹിപ്പോപ്പൊട്ടാമസിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടറെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ വന്യമൃഗങ്ങളിൽ ഒന്ന് തന്നെയാണ് ഹിപ്പോപ്പൊട്ടാമസ്. അങ്ങനെ തന്നെയാണ് അവരെ കണക്കാക്കപ്പെടുന്നതും. പ്രത്യേകിച്ച് ഗർഭിണികളാകുമ്പോൾ തന്നെ അവരുടെ സ്വഭാവത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഗർഭിണിയായിരിക്കുമ്പോൾ നായ്ക്കളുടെ അടുത്ത് പോലും പോകരുത് എന്ന് ഇവിടെ ഉള്ളവരോട് പോലും അല്ലെങ്കിൽ കുട്ടികളോട് പോലും പറയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നതെന്നും പറയുന്നതെന്നും നമുക്കറിയാം. അപ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വന്നതും എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയതും. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ വാർത്ത തന്നെയാണ് കേൾക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.